ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് അശ്വിൻ. നമ്മൾ ഇന്ന് 2024 ജൂൺ മാസത്തെ കറണ്ട് അഫയേഴ്സ് പഠിച്ചു തുടങ്ങുകയാണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മാഗ്നസ് കാൾസനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. ചെസ് രാജകുമാരൻ എന്നറിയപ്പെടുന്ന മാഗ്നസ് കാൾസൺ അല്ലെ, അദ്ദേഹമാണ് നോർവേ ചെസ് ടൂർണമെന്റിൽ വിജയിയായത്. നോർവേയിലെ ചെസ് ടൂർണമെന്റിൽ വിജയിയായത് നോർവേയുടെ തന്നെ താരമായ മാഗ്നസ് കാൾസൺ ആണ്. ഇതിൽ വനിതാ വിഭാഗത്തിൽ വിജയിച്ചത് ജു വെൻജു എന്ന് പറയുന്ന താരമാണ്. ചൈനയുടെ ജു വെൻജു. ആരാണ്? ജു വെൻജു. പക്ഷെ ഇതാരാ? ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ പ്രജ്ഞാനന്ദ, ആർ പ്രജ്ഞാനന്ദ അല്ലെ, ആർ വൈശാലിയുടെ സഹോദരൻ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടായിരുന്നു ആർ വൈശാലി ആരാണെന്നുള്ളതല്ല അല്ലെ. സോ ആർ വൈശാലിയുടെ സഹോദരൻ ആർ പ്രജ്ഞാനന്ദ, പ്രജ്ഞാനന്ദയുടെ സഹോദരിയായിട്ടാണ് പലപ്പോഴും ആർ വൈശാലി അറിയുന്നത്. കാരണം പ്രജ്ഞാനന്ദിയാണ് വളരെ ഫേമസ് ആയത്. ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് അറിയുമായിരിക്കും, ഇവരുടെ അമ്മയൊക്കെ ഇവരുടെ കൂടെ നിന്നുകൊണ്ടുള്ള ഫോട്ടോയെല്ലാം വളരെയധികം പ്രശസ്തമായിരുന്നു അല്ലെ. സോ ഇന്ത്യൻ താരം ആർ പ്രജ്ഞാനന്ദിയാണ് ഈ മത്സരത്തിൽ നോർവേ ചെസ് ടൂർണമെന്റിൽ 3ാം സ്ഥാനത്ത് എത്തിയത്. വനിതാ വിഭാഗത്തിൽ പ്രജ്ഞാനന്ദിയുടെ സഹോദരിയായ ആർ വൈശാലി 4ാം സ്ഥാനത്തും എത്തി എന്ന് മനസ്സിലാക്കി വെക്കുക. നോർവേ ചെസ് ടൂർണമെന്റ് ആണ് കേട്ടോ. മാഗ്നസ് കാൾസൺ ആണ് ജയിച്ചത്. വനിതാ വിഭാഗത്തിൽ ജു വെൻജു ആണ് ചൈനയുടെ. അടുത്തത്, രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലാണ് ഈ രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രവർത്തനം ആരംഭിച്ച സംസ്ഥാനം. അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പഠിക്കുക, ഇത് മസൂറിയിലെ, ഉത്തരാഖണ്ഡിലെ മസൂറിയിലെ ജോർജ് എവറസ്റ്റ് കൊടുമുടിയിൽ. ഇതാരാ? ജോർജ് എവറസ്റ്റ്. നിങ്ങൾക്കറിയാം എവറസ്റ്റ് കൊടുമുടി അല്ലെ. ആ എവറസ്റ്റ് കൊടുമുടി എന്ന് പറയുന്നത് ഈ ജോർജ് എവറസ്റ്റിന്റെ പേരിലാണ്. സോ ജോർജ് എവറസ്റ്റ് കൊടുമുടി അത് എന്ന് പറയുന്നത് ഈ എവറസ്റ്റിന്റെ ഭാഗമായ ഹിമാലയൻ പർവ്വതത്തിന്റെ ഭാഗമായ മസൂറിയിലെ ഒരു ഭാഗമാണ്. ആ ജോർജ് എവറസ്റ്റ് കൊടുമുടിയിൽ നക്ഷത്രസഭ എന്ന പേരിലാണ് ടൂറിസം ആരംഭിച്ചത്. ഏത് ടൂറിസം? നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ രാജ്യത്തെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം. അതെവിടെയാ? അത് മസൂറിയിലെ ജോർജ് എവറസ്റ്റ് കൊടുമുടിയുടെ ഭാഗമായിട്ടുള്ള നക്ഷത്രസഭ എന്ന പേരിലാണ് ഈ ടൂറിസം പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഏത് സംസ്ഥാനമാണ്? ഉത്തരാഖണ്ഡിലാണ്. എന്ത് ടൈപ്പ് ടൂറിസാ? ഇത് ആസ്ട്രോ ടൂറിസം ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പദ്ധതിയാണിത്. പ്രവർത്തനം ആരംഭിച്ച എവിടെയാ? ഉത്തരാഖണ്ഡിലാണ്. അതിന്റെ പേരാണ് നക്ഷത്രസഭ. മറക്കണ്ട. അടുത്ത പോയിന്റ്, ലോക പരിസ്ഥിതി ദിനം എന്നാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, ജൂൺ 5-ാം തീയതി അല്ലെ. ആ ജൂൺ 5-ാം തീയതിയിലെ 2024 തീം എന്തായിരുന്നു ചോദിക്കാൻ സാധ്യതയുണ്ട്. ലാൻഡ് റെസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസിലിയൻസ്. എന്താണ്? ലാൻഡ് റെസ്റ്റോറേഷൻ. ലാൻഡ് റെസ്റ്റോറേഷൻ പഠിച്ചു വയ്ക്കുക. ലാൻഡ് റെസ്റ്റോറേഷൻ, ഡിസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസിലിയൻസ്. ഡ്രോട്ട് റെസിലിയൻസ് എന്തൊക്കെയാണ്? ലാൻഡ് റെസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ, ഡ്രോട്ട് റെസിലിയൻസ്. ഇതായിരുന്നു ജൂൺ 5, 2024 പ്രമേയം. 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ നിൽക്കും. ഓക്കെ. അടുത്തത്, ഇതിന്റെ ആദ്യത്തെ രാജ്യം സൗദി അറേബ്യ ആയിരുന്നു. ജൂൺ 5 വേൾഡ് എൻവയോൺമെന്റൽ ഡേക്ക് ഒരു ആദ്യത്തെ രാജ്യം ഉണ്ടാവാറുണ്ട്. അത് സൗദി അറേബ്യ ആയിരുന്നു 2024. 2024 ജൂണിൽ അന്തരിച്ച ഈനാട് ETV മാധ്യമ ഗ്രൂപ്പ്. അത്രയും പറഞ്ഞതിന്റെ ഉടമ ആരാന്ന് നിങ്ങൾക്ക് അറിയാൻ സാധ്യത കുറവായിരിക്കും. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ETV മാധ്യമ ഗ്രൂപ്പ് ഉടമ, അല്ലെങ്കിൽ ഈനാട് എന്നുള്ളത് ഒരു ന്യൂസ് പേപ്പറാ. ഈനാട് ന്യൂസ് പേപ്പറിന്റെ ഉടമ അറിയോ? അദ്ദേഹത്തിന്റെ പേര് റാമുജി റാവു. ആരാത്? റാമുജി റാവു, ഫിലിം സിറ്റിയുടെ സ്ഥാപകൻ അല്ലെ, റാമുജി റാവു. ഇവിടെ റാമോജി റാവുവിന്റെ പ്രത്യേകത എന്താ? ചോദിക്കാൻ സാധ്യത എന്തുകൊണ്ടാ? 2024 ജൂൺ മാസത്തിൽ അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ റാമോജി റാവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവാം. ETVയും ഈനാട് എന്നുള്ളതും ഇദ്ദേഹത്തിന്റെ മാധ്യമ ഗ്രൂപ്പാണ്. ഇതിന്റെ സ്ഥാപകനും അതുപോലെ റാമോജി റാവു ഫിലിം സിറ്റിയുടെ സ്ഥാപകനും ഈ റാമോജി റാവു ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്ര നിർമ്മാണ സമുച്ചയമാണ്
റാമോജി റാവു ഫിലിം സിറ്റി എന്ന് നിങ്ങൾക്കറിയാം. ഇതാണ്, അദ്ദേഹമാണ് ഈ പടത്തിൽ കാണുന്നത്. ഓക്കെ, 2016 പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട് എന്നുള്ള പോയിന്റ് ഇദ്ദേഹത്തിന്റെ പടത്തിന്റെ ഇടയിൽ വിട്ടുപോയി. സോ പടം കണ്ടോളൂ നിങ്ങൾ, അതിനോടൊപ്പം തന്നെ ഈ പോയിന്റ് കൂടി പഠിക്കുക. 2016 പത്മവിഭൂഷൺ നൽകി ആചരിച്ച വ്യക്തിയാണ് ആര്? നമ്മുടെ റാമോജി റാവു. അടുത്ത പോയിന്റ് ഇതാണ്, ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ NDA സർക്കാർ അധികാരമേറ്റു. നിങ്ങൾക്കറിയാം 2024 ജൂൺ മാസം 9-ാം തീയതി 72 അംഗ മന്ത്രിസഭയാണ് അധികാരമേറ്റത്. നമ്മുടെ തന്നെ കേന്ദ്ര മന്ത്രിസഭ 2024 കേന്ദ്ര മന്ത്രിസഭയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അത് കണ്ടിട്ടുണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ ചേർത്ത് പഠിക്കുക, ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണത്. ഇതിൽ 72 അംഗ മന്ത്രിമാരാണുള്ളത്. അതിൽ തന്നെ നിങ്ങൾക്കറിയാം 30 ക്യാബിനറ്റ് മന്ത്രിമാരും ഒരാൾ പ്രധാനമന്ത്രി ഉൾപ്പെടെ 31 പേരായി. അതുകൂടാതെ 5 സഹമന്ത്രിമാരെ ഇൻഡിപെൻഡന്റ് ചാർജ് ഉള്ളത്, സ്വതന്ത്ര ചുമതലയുള്ള 5 പേരുണ്ട്. ഇതും കൂടാതെ 36ഓളം സഹമന്ത്രിമാര്, നമ്മുടെ വർഗീസ് കുര്യനും നമ്മുടെ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ഈ 36 പേരുണ്ട്. അങ്ങനെ മൊത്തം 72 അംഗങ്ങളാണ് ഉള്ളത്. നിങ്ങൾക്കറിയാം അതിൽ 7 പേര് മുൻ മുഖ്യമന്ത്രിമാരാണെന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു. 7 വനിതാ മന്ത്രിമാരും സഭയിലുണ്ട്. നിങ്ങൾക്കറിയാം ഈ 7 പേരിൽ 2 പേര് ക്യാബിനറ്റ് മന്ത്രിമാര് അല്ലെ, അന്നപൂർണ ദേവിയും അതുപോലെ നിർമ്മല സീതാരാമനും ഉണ്ട്. അതുകൂടാതെ 5ഓളം സഹമന്ത്രിമാരുണ്ട്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. 3-ാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിമാരാണ് സുരേഷ് ഗോപിയുടെ വകുപ്പുകൾ നിങ്ങൾക്കറിയാം, പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. അതുപോലെ തന്നെ നമ്മുടെ ജോർജ് കുര്യന്റെ വകുപ്പാണ് ന്യൂനപക്ഷം, ക്ഷീരം, ഫിഷറീസ്, സംരക്ഷണം. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റു ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്നാലും ജൂൺ മാസത്തിലായതുകൊണ്ട് കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റുകൾ ഇവിടെ ചേർത്ത് നിന്ന് മാത്രം. അടുത്തത്, ഹോക്കി ജൂനിയർ വേൾഡ് കപ്പ് 2025 മെൻസ് ഹോക്കി ജൂനിയർ വേൾഡ് കപ്പ് വേദിയായി തിരഞ്ഞെടുത്ത രാജ്യം ഇന്ത്യയാണ്, നമ്മുടെ രാജ്യമാണ്. 2025 ഹോക്കി ജൂനിയർ വേൾഡ് കപ്പ് കേട്ടോ, 2025 ഹോക്കി ജൂനിയർ വേൾഡ് കപ്പിന്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ് ഇന്ത്യ. 24 ടീമുകളാണ് ഈ ഹോക്കി ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. സാധാരണ 16 രാജ്യങ്ങളാണ് പങ്കെടുക്കാറ്. ഇത്തവണ 24 ടീമുകളുണ്ട്. അത് തന്നെ വലിയൊരു പ്രത്യേകതയാണ്. ആദ്യമായിട്ടാണ് 24 ടീമുകൾ പങ്കെടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ പ്രസിഡന്റ് ആരാ ഇപ്പോഴത്തെ? തയ്യിബ് ഇക്രം ആണ്. ആരാണ്? തയ്യിബ് ഇക്രം. പഠിച്ചു വയ്ക്കുക, തയ്യിബ് ഇക്രം. ഇനി ആരാണ്? സുമിത് നാഗൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സുമിത് നാഗൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ പിക്ചറിലുണ്ട്. ആരാണത്? ടെന്നീസ് ആണ്. പഠിച്ചു വയ്ക്കുക. തീവണ്ടികളിൽ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകാനും സുരക്ഷ ഉറപ്പാക്കാനുമുള്ള റെയിൽവേയുടെ പദ്ധതിയാണ് മേരി സഹേലി. എന്റെ കൂട്ടുകാരി, അതിന്റെ അർത്ഥമാണ് എന്റെ കൂട്ടുകാരി കേട്ടോ. മേരി സഹേലിയാണ് തീവണ്ടികളിൽ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകുവാനും സുരക്ഷ ഉറപ്പാക്കാനുള്ള റെയിൽവേയുടെ പദ്ധതിയാണ് മേരി സഹേലി. സ്ത്രീ യാത്രക്കാർ റെയിൽവേ ട്രെയിനകത്തുണ്ടാവുന്ന അനുഭവങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവും. സോ പഠിച്ചു വെക്കുക, മേരി സഹേലി നിങ്ങൾക്ക് പലർക്കും ആവശ്യം വരും കേട്ടോ. മേരി സഹേലി. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഈ അടുത്ത് 3 പേർക്കാണ് അതിൽ ഫെലോഷിപ്പ് നൽകിയത്. ഫെലോഷിപ്പ് നൽകി ആചരിച്ചത് ആർക്കൊക്കെയാ? പ്രൊഫസർ പാറശാല രവി, അതുപോലെ TM അബ്രഹാം, കലാ വിജയൻ. ഇങ്ങനെയാവില്ല ചോദിക്കുക ചിലപ്പോൾ ഇതുമായി ബന്ധമില്ല. നമ്മൾ കാണുമ്പോൾ അത് കറണ്ട് അഫയർ ആയിട്ട് തോന്നില്ലെങ്കിലും പക്ഷെ കറണ്ട് അഫയറിൽ നിന്നുമുള്ള GK ചോദ്യം ചിലപ്പോൾ വരാറുണ്ട്. ഇപ്പോ കല എന്ന് പറയുന്ന ഭാഗത്തുനിന്നും ചിലപ്പോൾ ഇതായിരിക്കും ചോദിക്കുക. എങ്ങനെയാ ചോദിക്കുക? താഴെ തന്നിരിക്കുന്ന തെറ്റായ ജോഡി ഏതെല്ലാം, ശരിയായ ജോഡി ഏതെല്ലാം, ചേരുംപടി ചേർക്കുക എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുക. എന്നിട്ട് എന്ത് കൊടുക്കും? ഒരു സൈഡിൽ നമ്മുടെ പാറശാല രവി, TM അബ്രഹാം, കലാവിജയൻ എന്ന് കൊടുക്കും. മറ്റു സൈഡിൽ എന്ത് കൊടുക്കും? നാടക സംവിധായകൻ, മോഹിനിയാട്ടം കലാകാരി, മൃദംഗവാദന ആചാര്യൻ എന്നെല്ലാം കൊടുക്കും. എന്നിട്ട് ഇത് കറക്റ്റ് ആയിട്ട് നോക്കണം. ജോഡി ശരിയായിട്ടുള്ള ജോഡി ഏതാണെന്ന് നോക്കാനാണെങ്കിൽ അങ്ങനെ നോക്കണം, തെറ്റായതാണെങ്കിൽ തെറ്റായത് നോക്കണം, ചേരുംപിടി ചേർക്കണമെങ്കിൽ ചേരുംപിടി ചേർക്കണം അല്ലെ. അപ്പോ പഠിച്ചു വെക്കുക, പാറശാല രവി എന്നത് മൃദംഗവാദന ആചാര്യനാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ചോദ്യം ഒറ്റനോട്ടത്തിൽ കണ്ട കലയിൽ നിന്നുമുള്ളതാ. പക്ഷെ അത് ശരിക്കും എവിടെന്നാ? അത് കറണ്ട് അഫയേഴ്സാ. കാരണം എന്താ? ഇവർക്ക് 3 പേർക്കും 2024 എന്ത് ചെയ്തു? നമ്മുടെ കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് ലഭിച്ചു. ശരിയല്ലേ? സോ പ്രൊഫസർ പാറശാല രവി മൃദംഗവാദന ആചാര്യനും TM അബ്രഹാം നാടക സംവിധായകനും
കലാവിജയൻ മോഹിനിയാട്ടം കലാകാരിയുമാണ്. പഠിച്ചു വെക്കുക. 17 പേർക്ക് അക്കാദമി കലാപ്രതിഭ പുരസ്കാരവും 22 പേർക്ക് ഗുരുപൂജ പുരസ്കാരവും ലഭിച്ചു. ആ എണ്ണം ഒന്നും എടുത്ത് സാധാരണ ചോദിക്കാറില്ല, പക്ഷെ നോട്ട് ചെയ്ത് വെക്കുക. അക്കാദമി കലാപ്രതിഭ പുരസ്കാര വിജയിക്കും ഗുരുപൂജ പുരസ്കാര വിജയിക്കും 30,000 രൂപയും ഫെലോഷിപ്പ് ലഭിച്ച ഈ 3 പേർക്ക് 50,000 രൂപയാണ് പുരസ്കാര തുക. കേരള സംഗീത നാടക അക്കാദമി പ്രസിഡന്റ് ഇപ്പോൾ ആരാണ്? ഇദ്ദേഹം ആരാ? മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. അദ്ദേഹമാണ് ഇപ്പോഴത്തെ നമ്മുടെ കേരള സംഗീത നാടക അക്കാദമി പ്രസിഡന്റ്. പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഗ്രാമീണ മേഖലയിലെ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനായി ദേശീയ തലത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ. അതിന്റെ ആപ്തവാക്യമാണ് ദാ ഈ പിക്ചറിലുണ്ട്. ഹർ ഘർ ജൽ. കേട്ടിട്ടുണ്ടോ? ഹർ ഘർ ജൽ. അതിന്റെ ലോഗോയാണ് ഇത് കേട്ടോ. ജൽജീവൻ മിഷന്റെ ആഭിമുഖ്യത്തിലാണ്, ജൽജീവൻ മിഷൻ ആണ് ഈ ഒരു മോട്ടോയുടെ അടിസ്ഥാനത്തിൽ എവിടെ എത്തിക്കുന്നത്? ഗ്രാമീണ മേഖലകളിലെ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനായി ദേശീയ തലത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ കേട്ടോ. ഓക്കെ. അടുത്ത ജൽജീവൻ മിഷനിലൂടെ കണക്ഷനുകൾ ലഭ്യമാക്കിയതിൽ സംസ്ഥാന തലത്തിൽ ഒന്നാമതെത്തിയ ജില്ലയാണ് കൊല്ലം. അത് 2024 ജൂൺ മാസത്തെ റിപ്പോർട്ടിലാണ് വന്നത്. അതുകൊണ്ടാണ് ഈ ജൽജീവൻ മിഷൻ ഇപ്പൊ കറണ്ട് അഫയർ ആയത്. കാരണം ഇത് 2019 പദ്ധതിയാണ്. അപ്പൊ ജൽജീവൻ മിഷൻ ഇപ്പോൾ ഫേമസ് ആയത് എന്തുകൊണ്ടാ? കൊല്ലം ജില്ല സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനത്തെത്തിയ ജില്ലയായിട്ട് പ്രഖ്യാപിച്ചു. ക്ലിയർ അല്ലേ? ഹർ ഘർ ജൽ എന്ന് കാണുമ്പോൾ തന്നെ ജൽജീവൻ മിഷൻ ഓർക്കണം. ഒരു കുടുംബത്തിന് ഒരു ദിവസം 55 ലിറ്റർ വെള്ളം എത്തിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. 55 ലിറ്റർ മനസ്സിലാക്കി വെക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ കേരള വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കേരളത്തിൽ നടപ്പിലാക്കുന്നത് കേട്ടോ. കേരളത്തിൽ ഈ ജൽജീവൻ മിഷൻ നടപ്പിലാക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ കേരളത്തിലെ വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്തത് സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഭ്യന്തര സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. നിങ്ങൾക്കറിയാം 1984 ജൂൺ മാസം 1 മുതൽ 10 വരെയാണ് ഭിന്ദ്രൻവാലയെ വധിച്ച ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്നത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ അല്ലെ. എന്താ പ്രത്യേകത? 84 ഇങ്ങോട്ടൊന്ന് കൂട്ടി നോക്കൂ. 94, 104 അല്ലെ, 2004, 2014, 2024. എന്താ പ്രത്യേകത? 40 വർഷം തികഞ്ഞു അല്ലെ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് 40 വർഷം തികഞ്ഞത് 2024 ചോദിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 50 വർഷം തികഞ്ഞ ഒരു കാര്യം പഠിച്ചല്ലോ, ഓർമ്മയുണ്ടോ? മെയ് മാസം 18-ാം തീയതിയിലെ കാര്യം എന്തായിരുന്നു? 1974 പൊക്രാനിലെ ബുദ്ധ സ്മൈൽസ് അല്ലെ, ബുദ്ധൻ ചിരിക്കുന്നു എന്ന അണുബോംബ് ഇട്ട ആ ഒരു കാര്യത്തിന് 50 വർഷം തികഞ്ഞത് 2024. അപ്പോൾ 1974 കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെ, അന്നും ഇന്ദിരാഗാന്ധി ഇന്നും ഇന്ദിരാഗാന്ധി അല്ലെ, 84 ഇന്ദിരാഗാന്ധി ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പദ്ധതി നടപ്പിലാക്കി. ആ ഓപ്പറേഷൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഭ്യന്തര സൈനിക ഓപ്പറേഷൻ ആയിരുന്നു. അതിന് 40 വർഷം തികഞ്ഞു. പഠിച്ചു വയ്ക്കാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം 2023-24 രാജ്യത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനം എത്രയാണ്? 8.2% ചോദിക്കാൻ സാധ്യതയുണ്ട്. 8.2% ആരുടെ കണക്ക് പ്രകാരം? കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ പുറത്തുവിട്ട കണക്ക് പ്രകാരം കേട്ടോ. 8.2% 23-24 രാജ്യത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനം, അതിന്റെ വളർച്ച 8.2%. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ അവസാന പദമായ 2024 ജനുവരി-മാർച്ച് കാലയളവിൽ നേടിയ വളർച്ച എത്രയാ? അത് 7.4%. ഇത് ചോദിക്കാൻ സാധ്യത കുറവാണ്, പക്ഷെ ഇത് ചോദിച്ചേക്കാം. 8.2 ചോദിക്കാൻ സാധ്യതയുണ്ട്. 9ാമത് T20 ക്രിക്കറ്റ് ലോകകപ്പ്, അതിന്റെ ചില പോയിന്റുകൾ പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ വേദി എവിടെയായിരുന്നു? അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ്. ഈ ഒരു ലോഗോ ഓർത്ത് വെക്കുക. USA, വെസ്റ്റ് ഇൻഡീസ് കേട്ടോ. USA, വെസ്റ്റ് ഇൻഡീസ് ആണ് 2024 T20 ലോകകപ്പ് ആതിഥേയത്വം വഹിച്ചത്. 9ാമത്തെ T20 ലോകകപ്പ് ആയിരുന്നു. ഇന്ത്യയാണ് ചാമ്പ്യന്മാരായത് അല്ലെ. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് T20 ലോകകപ്പുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ പഠിക്കാം. സ്ത്രീകളിലെ കാൽസ്യം ആഗിരണം ത്വരിതപ്പെടുത്തുന്ന ഭക്ഷണ സമവാക്യം എന്ന കണ്ടെത്തലിന് പാറ്റന്റ് ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞയാണ് R.L. വീണ. പഠിച്ചു വെക്കുക. R.L. വീണയ്ക്ക് ഒരു പാറ്റന്റ് ലഭിച്ചു. പാറ്റന്റ്, കോപ്പിറൈറ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അതൊരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ്. ഓക്കെ. പാറ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടുപിടുത്തത്തിന് നൽകുന്ന ഒരു റൈറ്റ് ആണ്.
അപ്പോൾ പാറ്റന്റ് ലഭിച്ച ആർക്കാ? സ്ത്രീകളിലെ കാൽസ്യം ആഗിരണം ത്വരിതപ്പെടുത്തുന്ന ഭക്ഷ്യ സമവാക്യം എന്ന കണ്ടെത്തലിന് RL ബീനയ്ക്കാണ് ഇത് ലഭിച്ചത്. അടുത്ത പോയിന്റ്, യുഎനിലെ ഇന്ത്യൻ പ്രതിനിധിയായി ആദ്യ വനിത രുചിര കാംബോജ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പലരും സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് കണ്ടിട്ടുണ്ടാവും അല്ലെ? രുചിര കാംബോജ് അദ്ദേഹമാണ്. രുചിര കാംബോജ് ആണ് യുഎനിലെ ഇന്ത്യൻ പ്രതിനിധിയായ ആദ്യ വനിതയാണ്. പഠിച്ചു വെക്കുക, യുഎനിലെ ഇന്ത്യൻ പ്രതിനിധിയായ ആദ്യ വനിതയാണ് രുചിര കാംബോജ്. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ്, ഭർത്താവ് കൈക്കൂലി വാങ്ങിയാൽ ഭാര്യയും കുറ്റക്കാരി. വളരെ രസകരം അല്ലെ? ഇത് കുറെ പേര് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇല്ലേ? വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്കറിയാം. ഭർത്താവ് കൈക്കൂലി വാങ്ങിയാൽ ഭാര്യയും കുറ്റക്കാരി എന്ന വിധി പ്രസ്താവിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. ചോദിക്കാൻ സാധ്യത കുറവാണ്, എന്നാലും പോയിന്റ് വെച്ചോളൂ. സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ജീവാനന്ദം. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ജീവാനന്ദം പദ്ധതി കേരള സർക്കാരിന്റെ മാത്രം പദ്ധതിയാണോ? കേന്ദ്ര സർക്കാരിന്റെ കൂടി പദ്ധതിയാണ് അല്ലെ? സോ സർക്കാർ ജീവനക്കാർക്ക് ഇത്രയും പഠിച്ചാൽ മതി. സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന പദ്ധതി എന്ന് പഠിച്ചാൽ മതി. അതാണ് ജീവാനന്ദം. പഠിച്ചു വെക്കുക. അടുത്തത്, സർക്കാർ ജീവനക്കാർക്ക്, അതായത് നിങ്ങൾ സർക്കാർ ജീവനക്കാരാവുമല്ലോ ഭാവിയിലെ. സോ സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ജീവാനന്ദം. ചോദിക്കാനുള്ള ഒരുപാട് സാധ്യതയുണ്ട്. ഇത് സ്ഥിരമായി ഇനി അങ്ങോട്ടുള്ള പരീക്ഷകളിൽ ചോദിക്കാം. ജീവാനന്ദം പദ്ധതി മെഡിസപ്പ് വന്ന സമയത്ത് മെഡിസപ്പിനെ കുറിച്ച് നിരന്തരമായ ചോദ്യങ്ങൾ PSC ചോദിച്ചിരുന്നു. അതുപോലുള്ള ഒരു പദ്ധതിയാണ് ഈ ജീവാനന്ദം. NPS വന്നപ്പോൾ NPSനെ കുറിച്ച് ചോദിച്ചിരുന്നു. ഇപ്പോൾ ജീവാനന്ദം വരുന്നു, ജീവാനന്ദത്തെ കുറിച്ച് ചോദിക്കും, ഉറപ്പാണ്. സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ജീവാനന്ദം. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഇതിന്റെ ബാക്കിയുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.